കുറ്റകരിക്കാരായ നമുക്ക് ഇങ്ങനെ നമ്മള് പറ്റിയല്ലേ പ്രിൻസിപ്പൽ സാറേ. എന്നാലും അയാളെ തൊലിക്കെട്ടിയെ സമ്മതിക്കും. നമ്മുടെ മുമ്പിൽ വെച്ചല്ലേ അയാൾ സമ്മതിച്ചത് അയാൾക്ക് വേറൊരു ഭാര്യയും കുട്ടിയുണ്ടെന്ന്. നമ്മളാണെങ്കിൽ പുറത്തു പറയൂ. നിങ്ങൾ കാപ്പ് കുടിക്കണം. അല്ല, മാന്യനാണല്ലോ എന്ന് വിചാരിച്ച് ഒരു ബന്ധുത്വം ആകാമെന്ന് വിചാരിച്ചു. പക്ഷെ ഈ ബന്ധം നടന്നിരുന്നെങ്കിൽ നമ്മൾ മാന്യനില്ലാതെ. സ്റ്റേഷൻ മാസ്റ്റർ സാർ, രാജശേഖരൻ നായരുമായിട്ടൊരു ബന്ധമുണ്ടാക്കാൻ ആദ്യം നിങ്ങൾ കഴിവുള്ളവരാണെന്ന് ആലോചിക്കാം. എനിക്ക് എന്തിനാണ് യോഗ്യത കുറവ്? എനിക്ക് വേറെ ഭാര്യമാരുണ്ട്. നിലവിൽ പോലും ഒരു ഭാര്യയില്ല. സത്യം അങ്ങനെയാണ്. സുന്ദരിയായ ഒരു ഭാര്യയും 7 കുട്ടികളും നിലവിലുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ രഹസ്യം ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള ബന്ധം നമുക്ക് വേണോ? ഒരു കാര്യത്തിന്റെയും സത്യം അറിയാതെ ഒന്നും പറയരുത്. ആരും ആരെക്കാളും യോഗ്യന്മാരൊന്നുമല്ല. ശരി തന്നെ മോഹൻ, പക്ഷേ രാജശേഖരൻ നായർ തന്നെ സമ്മതിച്ചതല്ലേ? അങ്ങനെ അറിഞ്ഞു വെച്ചുകൊണ്ട് അയാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? അച്ഛാ, നിങ്ങൾക്കെല്ലാം വിരോധം രാജശേഖരൻ നായരോടല്ലേ? രാജിയെ കുറിച്ചല്ലല്ലോ. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് രാജിയാണ്. ഏതായാലും അയാളുടെ മകള് തന്നല്ലോ അവള്. അതുകൊണ്ടെന്താ അച്ഛാ, അവളെ പറ്റി എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ? പിന്നെ അയാളെ സംബന്ധിക്കുന്ന എല്ലാ കഥകളും ഒരു നിമിഷത്തിനുള്ളിൽ നാട് മുഴുവനും പരക്കും. ആ വീടുമായിട്ട് നമ്മളൊരു ബന്ധം പുലർത്തിയാൽ പിന്നെ നമ്മൾ ആളുകളുടെ മുമ്പിൽ തലമുണിക്കേണ്ടി വരും. ആളുകളുടെ പ്രശ്നമല്ലത്, എന്റെ സ്വന്തം കാര്യമാണ്. ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് രാജിയെ മാത്രമായിരിക്കും. നോക്കണേ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു പരിധി. ആരെങ്കിലും ഒരുത്തനെത്തി സ്നേഹിച്ചു പോയാൽ പിന്നെ അച്ഛനും വേണ്ട, അമ്മയും വേണ്ട. എനിക്കുകൊണ്ട് രണ്ടെണ്ണം. പെണ്ണിന്റെ കാര്യം പിന്നെ എന്തെങ്കിലും ആവട്ടെ, 2 അടികളെങ്കിലും കൊടുത്ത് നിർത്താം. ഗോവി എന്റെ മുഖത്ത് നോക്കി പറയാണ്, അച്ഛാ എനിക്ക് ആ രജനിയെ കല്യാണം കഴിച്ച് തന്നില്ലെങ്കിൽ ഞാൻ ഹിമാലയ പർവ്വതത്തിൽ പോയി തപസ് ചെയ്ത് കളയുന്നു. എന്ത് ചെയ്യാനാണ്? നമസ്കാരം. രാജശേഖരൻ നായർ, നിങ്ങളിവിടെ ഉണ്ടായിരുന്നു? പിന്നെ എന്തിനേ? ഞങ്ങൾ തുല്യ ദുഃഖിതരല്ലേ. അടികൾ വായിച്ച് ഞങ്ങൾ പരസ്പരം തൂത്തും തുളച്ചും പറഞ്ഞോണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് കാണാൻ വന്നതാണ്. ആര്, എന്നെയോ ഇദ്ദേഹത്തിൽ? 2 പേര്. ഇവിടെ ഇരിക്കാമോ? അന്ന് നിങ്ങളെന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിൽ എനിക്ക് വിഷമമുണ്ട്. അന്നാകപ്പാട് ഒരു നല്ല അന്തരീക്ഷം തോന്നിയില്ല. അതുകൊണ്ട് തോന്നുന്നേ ഉള്ളൂ. എല്ലാവരും ഒരേ തരത്തിലിരിക്കുമോ? നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയുന്ന കൂടി ഒന്ന് കേൾക്കണം. എന്തോന്ന് കേൾക്കാൻ? അന്ന് വയറ് കുറച്ച് കേട്ടതല്ല. നിങ്ങൾക്ക് കോളേജിൽ പഠിക്കുന്ന പ്രായത്തിലുള്ള മകനുണ്ടോ ഞങ്ങൾ കണ്ടില്ല. അതെ. തിരുവനന്തപുരത്ത് വേറിട്ടൊരു ഭാര്യ. അതെ. പയ്യന്റെ വയസ്സ് വെച്ച് നോക്കിയാ കുറഞ്ഞത് 20 സംവത്സരമായിട്ട് നിങ്ങൾ അവരുമായിട്ട് ബന്ധം വച്ച് പുലർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ. അത് ഭാര്യയായിട്ടാണോ അതോ വെപ്പാട്ടിയായിട്ടാണോ? അല്ലെങ്കിൽ വെറുതെ ഇതൊക്കെ ഇതല്ല, ഇതിനേക്കാൾ എന്തെല്ലാം സംശയം നിങ്ങൾക്കുണ്ടോ അതെല്ലാം ഞാൻ ചോദിച്ചു. നമ്മൾ എന്തെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു, അതെല്ലാം നാം വിശ്വസിക്കുന്നു. അതെല്ലാം പോട്ടെ. ഈ ഒരു കാരണം പറഞ്ഞ് നമ്മുടെ കുട്ടികളുടെ ഭാവി നശിപ്പിക്കും. അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ഒന്നുകൂടി ആലോചിക്കാം. അത് പറയാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പോഴോ 10 ദിവസം കഴിഞ്ഞിട്ടോ എപ്പോ വേണമെങ്കിലും വരാം. അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. പക്ഷേ നിങ്ങൾ 2 പേരും എന്റെ വീട്ടിൽ വരും. മക്കൾക്ക് വേണ്ടി വേദനിക്കുന്ന ഒരച്ഛന്റെ അപേക്ഷയായിട്ട് നിങ്ങൾ പ്രിൻസിപ്പൽ സാറേ, ഇത് ആലോചിച്ച് മറുപടി പറയാൻ പറയണം. മതി, അത് മതി. നിങ്ങൾ ആലോചിച്ച് വിവരം അറിയിച്ചാൽ മതി. അപ്പൊ ഞാൻ ബെഡ്റൂമിലുണ്ടോടി? ഇല്ല ചേച്ചി, മുകളിലും കാണുന്നില്ല. അമ്മായി 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 അമ്മയെ കാണുന്നില്ല. അടുക്കളയിലുണ്ടോ? അടുക്കളയില്ലല്ലോ. തോട്ടത്തിലുണ്ടോ നോക്ക്. അമ്മായി പുറത്തെങ്കിലും കാണാനില്ല. ബെഡ്റൂമിലും കാണാനില്ല, മുകളിലും കാണാനില്ല. അയ്യോ, പിന്നെ അവൾ എവിടെ പോയി? എന്താ ചെയ്തു? അമ്മ എവിടെയെങ്കിലും കാണാനില്ല. എവിടെ പോകാനാ? എവിടെയെങ്കിലും കാണും. അകത്തെ മുറിയിലും തോട്ടത്തിലെങ്കിലും കാണുന്നില്ല. എവിടെ പോയി? അവളുടെ മനസ്സിലാണെങ്കിൽ തീരെ സ്വസ്ഥതയില്ല. ആരുടെ മനസ്സിലാ സ്വസ്ഥയില്ലാത്തത്? ഓമിനെ കാണാനില്ല. അതെങ്ങനെ കാണും? ഞാനെന്നെ ഇപ്പൊ ടാക്സി കയറ്റി വിട്ടത്. എവിടെ? അമ്മായിക്ക് അത്യാവശ്യമായിട്ട് തിരുവനന്തപുരത്ത് പോകണം. പൊയ്ക്കഴിഞ്ഞു. ആ കൊള്ള ഇപ്പൊ പകുതി വഴി എത്തിക്കാം. അത് വേറെ കാര്യം. എന്റെ അടുത്ത് അമ്മാവനെ അമ്മാവി ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ തട്ടിക്കളയും. എന്താ രാജ? എവിടുന്നാ? രവിയുടെ അച്ഛൻ്റെ ടെലഗ്രാമാണ്.
സാവിത്രിയെ ഇത് കിട്ടിയ ഉടനെ അങ്ങോട്ട് അയക്കണമെന്ന്. ഇല്ലെങ്കിൽ അങ്ങോട്ട് അയക്കേണ്ട കാര്യമേ ഇല്ല. ഞാൻ പേടിച്ചുകൊണ്ടിരുന്നത് തന്നെ സംഭവിച്ചു. ഇവിടെ നടന്നതൊന്നും അങ്ങനെ അറിയരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗോപാലൻ നായരാണെങ്കിൽ വലിയ ദേശീയക്കാരനാ. ഇപ്പൊ എന്ത് ചെയ്യണം ചേച്ചി? നമ്മുടെ മനപ്രയാസത്തിനിടയിൽ സാവിത്രിയെ കൊണ്ടിട്ട് നീട്ടുന്നതെന്തിനാ? അവളെങ്കിലും പോയി സുഖമായി ജീവിക്കട്ടെ. അവളെ ഉടനെ അയക്കണം. ശരിയാണ് ചേച്ചി. ഇവളുടെ കാര്യത്തിൽ ഇപ്പോ നമ്മളെക്കാൾ അധികാരം അവർക്കാണ്. ചേച്ചി ഒരു കാര്യം ചെയ്യും, ഇവളെ ചേച്ചി തന്നെ അവിടെ കൊണ്ടുവന്ന് വിട്ടിട്ടു. എന്തിനാ മോളെ നീ വിഷമിക്കുന്നത്? നീ നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്കല്ലേ പോകുന്നത്? സന്തോഷമായി പോയിട്ട് വരും. ആരുമില്ല ഇവിടെ. ഞാൻ ആരാണെന്ന് പറയാം. കുട്ടി ആരാണെന്ന് പറയും. ഞാൻ രാജേന്ദ്രനാരുടെ മോളാണ്. ഓഹോ, വഴക്കിടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഒരു ബിസ്ക്കറ്റിന് വേണ്ടി വളക്കിടുന്ന കണ്ട ഈ അമ്മ എന്ത് വിചാരിക്കും? ചീത്ത കുട്ടികളാണെന്ന് എന്നെ കരുതും. ഈ കുട്ടികൾ എന്റെ അനിയനും അനിയത്തിയുമാണ്. ഇവൻ സുനിൽ, ഇവൻ ലത. എപ്പോഴും വഴക്കാണ്. നിനക്കൊരു അനിയനും കൂടി ഉണ്ടല്ലേ? ഉണ്ട്, കണ്ണൻ. അവൻ ബാറ്റ് കളിക്കാനും മറ്റോ പോയിരിക്കാൻ. ഇരിക്കും, ഞാൻ കാപ്പി കൊണ്ടുവരാം. എനിക്ക് കാപ്പിയൊന്നും വേണ്ട, ഒരു മിനിറ്റിനകം വരാം. അയ്യോ, എന്ത് പറ്റി? പാല് കഴിച്ചപ്പോ കൈതട്ടി മറന്നു. വീട്ടു ജോലികളൊക്കെ നീയാണോ ചെയ്യുന്നത്? അവൾ പിന്നെ എന്തെടുത്തിയാണ്? ആരാണെന്നോ? കൊള്ളാം, നല്ല വീട്. കുട്ടികളെ അടുക്കള ജോലിക്ക് വിട്ടിട്ട് അവൾ മഹാറാണിയെ പോലെ സ്വർണ്ണമഞ്ചത്തിൽ കിടന്ന് ഉറങ്ങിയായിരിക്കും. ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങൾ? ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? മനസ്സിലായില്ലേ? നിന്റെ അമ്മ എന്ന് പറയുന്ന അവളെ കുറിച്ച് തന്നെ. അവൾ എന്തെടുക്കാണ്? അവളിങ്ങോട്ട് വരാൻ പറ. എനിക്ക് അവളോട് അല്പം സംസാരിക്കാനുണ്ട്. എന്റെ അമ്മയോട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. നിന്നോടല്ല എനിക്ക് സംസാരിക്കാനുള്ളത്, അവളോടാണ്. പള്ളി ഉറക്കം മതിയാക്കിയിട്ട് ഇങ്ങോട്ട് വരാൻ പറ. ഞങ്ങൾക്ക് അമ്മയില്ല, മരിച്ചുപോയി. 4 കൊല്ലമായി അമ്മ മരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളാണ്. അത് എല്ലാ ചുമതലകളും എന്നെ ഏൽപ്പിച്ചിട്ട് അമ്മ പോയി കളഞ്ഞു. മക്കളെ, ഞാൻ നിങ്ങളെ വെറുതെ ദേഷ്യപ്പെട്ടു. എന്റെ പേരെന്താ? വിദ്യ. ഞാൻ ആലോചിക്കാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. നിങ്ങളുടെ അമ്മയെ പോലെ കരുതി എല്ലാം മറന്നിട്ട്. ചേച്ചി, ഈ അമ്മയെ കണ്ട അമ്മയെ പോലെ തന്നെ ഇരിക്കുന്നു. അമ്മ